റഷ്യയുമായുള്ള യുദ്ധം തുടരുന്നതിനിടെ ഉക്രൈന് വൻ സൈനിക സഹായവുമായി ജർമ്മനി. ഏകദേശം $103 മില്യൺ ചെലവിൽ 50,000 ആക്രമണ ഡ്രോണുകൾ വാങ്ങുന്നതിനുള്ള ധനസഹായമാണ് ജർമ്മനി നൽകുന്നതെന്നാണ് റിപ്പോർട്ട്. പാശ്ചാത്യ രാജ്യങ്ങൾ ഉക്രൈനായി നൽകിയിട്ടുള്ള ഏറ്റവും വലിയ ഡ്രോൺ ഓർഡറുകളിൽ ഒന്നായാണ് ഇത് വിലയിരുത്തപ്പെടുന്നത്. റോയിട്ടേഴ്സ് റിപ്പോർട്ട് പ്രകാരം ഉക്രൈൻ കമ്പനിയായ സ്കൈഫോൾ നിർമ്മിക്കുന്ന ഷ്രൈക്ക് ഫസ്റ്റ് പേഴ്സൺ വ്യൂ ആക്രമണ ഡ്രോണുകളാണ് കരാറിന്റെ ഭാഗമായുള്ളത്. അമേരിക്കൻ പ്രതിരോധ സാങ്കേതികവിദ്യ കമ്പനിയായ ഓട്ടറെയിൻ വികസിപ്പിച്ച സോഫ്റ്റ്വെയർ ഉപയോഗിക്കുന്ന ഈ ഡ്രോണുകൾക്ക് അവസാന ഘട്ടത്തിൽ ചലിക്കുന്ന ലക്ഷ്യങ്ങളെ സ്വയം പിന്തുടർന്ന് കൃത്യമായി ആക്രമിക്കാൻ കഴിയും. ഓട്ടറെയിൻ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ ലോറൻസ് മേയർ കരാറിന്റെ മൂല്യം ഏകദേശം 90 മില്യൺ യൂറോയാണെന്നും യൂറോപ്യൻ രാജ്യമാണ് ഇതിന് സഹായം നൽകുന്നതെന്നും സ്ഥിരീകരിച്ചു. പിന്നീട് ഈ പദ്ധതിക്ക് പിന്നിൽ ജർമ്മനിയാണെന്ന് സ്കൈഫോൾ സ്ഥിരീകരിച്ചെങ്കിലും കൂടുതൽ വിവരങ്ങൾ പുറത്തുവിട്ടിട്ടില്ല. ഡ്രോണുകളുടെ ഒരു വിഭാഗം ഇതിനകം ഉക്രൈൻ സർക്കാരിന് കൈമാറിയതായി മേയർ അറിയിച്ചു. ബാക്കി ഡ്രോണുകൾ ഈ വർഷം തന്നെ വിതരണം ചെയ്യുമെന്നാണ് റിപ്പോർട്ട്. സുരക്ഷാ കാരണങ്ങൾ ചൂണ്ടിക്കാട്ടി ജർമ്മൻ പ്രതിരോധ മന്ത്രാലയവും ഉക്രൈൻ പ്രതിരോധ മന്ത്രാലയവും വിഷയത്തിൽ പ്രതികരിച്ചിട്ടില്ല. ഈ വർഷം വിവിധ പാശ്ചാത്യ രാജ്യങ്ങളുടെ സഹായത്തോടെ ആകെ 100,000 ഡ്രോണുകൾ ഉക്രൈന് നൽകുന്ന പദ്ധതിയിലും ഓട്ടറെയിൻ പങ്കാളിയാണെന്ന് വ്യക്തമാക്കി. ഇതിൽ അമേരിക്കൻ പ്രതിരോധ വകുപ്പായ പെന്റഗൺ ധനസഹായം നൽകിയ $50 മില്യൺ കരാറിലൂടെ വിതരണം ചെയ്ത 33,000 ഡ്രോണുകളും ഉൾപ്പെടുന്നു. റഷ്യക്കെതിരായ യുദ്ധത്തിൽ ഉക്രൈന്റെ പ്രധാന ആയുധമായി ഡ്രോണുകൾ മാറിയിരിക്കുകയാണ്. റഷ്യൻ സൈനിക താവളങ്ങൾ, ആയുധശേഖരങ്ങൾ, ലോജിസ്റ്റിക് കേന്ദ്രങ്ങൾ, അടിസ്ഥാന സൗകര്യങ്ങൾ എന്നിവയെ കുറഞ്ഞ ചെലവിൽ ദൂരെ ഇരുന്ന് ആക്രമിക്കാൻ ഡ്രോണുകൾ ഉക്രൈനെ സഹായിക്കുന്നു. അതേസമയം ബ്രിട്ടനും ഉക്രൈനുള്ള സൈനിക സഹായം ശക്തമാക്കിയിട്ടുണ്ട്. £752 മില്യൺ മൂല്യമുള്ള സൈനിക സഹായ പദ്ധതിയുടെ ഭാഗമായി ഈ വർഷം 150,000 ഡ്രോണുകൾ കൂടി നൽകുമെന്ന് ബ്രിട്ടൻ കഴിഞ്ഞ മാസം പ്രഖ്യാപിച്ചിരുന്നു. ഉക്രൈൻ റഷ്യയുടെ ആഴത്തിലുള്ള പ്രദേശങ്ങളിലേക്കുള്ള ഡ്രോൺ ആക്രമണങ്ങളും അടുത്തിടെ ശക്തമാക്കിയിട്ടുണ്ട്. ദി ഗാർഡിയൻ റിപ്പോർട്ട് പ്രകാരം അസോവ് കടലിൽ ഒരാഴ്ചക്കിടെ ഏകദേശം 90 കപ്പലുകൾ ഡ്രോൺ ആക്രമണത്തിന് ഇരയായതിനെ തുടർന്ന് റഷ്യയ്ക്ക് കപ്പൽ ഗതാഗതം താൽക്കാലികമായി നിർത്തിവെക്കേണ്ടി വന്നു. കഴിഞ്ഞ ജൂൺ 30 മോസ്കോയെ ലക്ഷ്യമിട്ട് ഉക്രൈൻ നടത്തിയ വൻ ഡ്രോൺ ആക്രമണത്തിൽ മോസ്കോയിൽ നിന്ന് ഏകദേശം 500 കിലോമീറ്റർ അകലെയുള്ള ഡുബ്ന സാറ്റലൈറ്റ് കമ്മ്യൂണിക്കേഷൻ സെന്റർ ലക്ഷ്യമിട്ടിരുന്നു. റഷ്യൻ സൈനിക നീക്കങ്ങളുടെ ഏകോപനത്തിനും രഹസ്യാന്വേഷണ പ്രവർത്തനങ്ങൾക്കുമായി ഈ കേന്ദ്രം ഉപയോഗിക്കുന്നതായി ഉക്രൈൻ അവകാശപ്പെട്ടു. പാശ്ചാത്യ രാജ്യങ്ങളിൽ നിന്നുള്ള സൈനിക സഹായം വർദ്ധിക്കുന്നതോടെ റഷ്യയുടെ ആഴത്തിലുള്ള തന്ത്രപ്രധാന കേന്ദ്രങ്ങൾ പോലും ലക്ഷ്യമിടാനുള്ള ഉക്രൈന്റെ ശേഷി വർദ്ധിച്ചു വരികയാണെന്നാണ് വിലയിരുത്തൽ. അതേസമയം കഴിഞ്ഞ ബുധനാഴ്ച റഷ്യയുടെ എണ്ണ സംഭരണശാലകൾക്ക് നേരെ ഉക്രൈൻ ആക്രമണം കടുപ്പിച്ചിരുന്നു. ബുധനാഴ്ച രാത്രി ഉക്രൈൻ നടത്തിയ ഡ്രോൺ ആക്രമണത്തിൽ ടോർ, സ്റ്റാവ്രോപോൾ എന്നിവിടങ്ങളിലെ എണ്ണ സംഭരണശാലകൾക്ക് നാശം സംഭവിച്ചിരുന്നു. ഉക്രൈൻ ആക്രമണത്തിൽ അസോവ് കടലിൽ ഉണ്ടായ 2 എണ്ണ ടാങ്കറുകളും കത്തിനശിച്ചു. ടാങ്കറുകൾക്ക് നേരെ ഉണ്ടായ ആക്രമണം റഷ്യൻ നഗരമായ റോസ്തോവിലെ ഗവർണർ യൂരി സ്ലൂസർ സ്ഥിരീകരിച്ചു. ഉക്രൈൻ അതിർത്തിയിൽ നിന്ന് 800 കിലോമീറ്റർ അപ്പുറമുള്ള റഷ്യയുടെ എണ്ണ സംഭരണശാലകൾക്ക് നേരെ ആക്രമണം നടത്തിയതായി ഉക്രൈൻ പ്രസിഡന്റ് വ്ളാഡിമിർ സെലൻസ്കിയും അറിയിച്ചു. കൂടാതെ ഉക്രൈൻ അതിർത്തിയിൽ നിന്ന് 1500 കിലോമീറ്റർ അപ്പുറമുള്ള ഉഫയിലെ ഓയിൽ പമ്പിംഗ് സ്റ്റേഷന് നേരെയും ആക്രമണം നടത്തിയെന്ന് സെലൻസ്കി വ്യക്തമാക്കി. ഉക്രൈൻ അതിർത്തിയിൽ നിന്ന് 200 കിലോമീറ്റർ അകലെ സ്ഥിതി ചെയ്യുന്ന റോസ്തോവ് മേഖലയിലെ ഓയിൽ ലോഡിംഗ് ടെർമിനലിന് നേരെയും ആക്രമണം നടത്തിയതായി പ്രസിഡന്റ് സെലൻസ്കി അറിയിച്ചു. 4 വർഷമായി തുടരുന്ന റഷ്യ ഉക്രൈൻ യുദ്ധത്തിനിടെ റഷ്യൻ എണ്ണ സംഭരണശാലകൾക്ക് നേരെ ഉക്രൈൻ നടത്തുന്ന ആക്രമണം റഷ്യയ്ക്ക് കനത്ത തിരിച്ചടിയാകുന്നുണ്ട്. എണ്ണ സംഭരണശാലകൾക്കും റിഫൈനറികൾക്കും നേരെ ഉക്രൈൻ നടത്തുന്ന ആക്രമണങ്ങളെ തുടർന്ന് ലോകത്തിലെ ഏറ്റവും വലിയ എണ്ണ ഉൽപാദകരായ റഷ്യയ്ക്ക് എണ്ണ കയറ്റുമതി കുറയ്ക്കേണ്ട സാഹചര്യം ഉണ്ടായിട്ടുണ്ടെന്നാണ് റിപ്പോർട്ടുകൾ. റഷ്യയിലെ ഭൂരിഭാഗം മേഖലകളിലും പെട്രോൾ, ഡീസൽ ക്ഷാമം നേരിടുന്നതായും റിപ്പോർട്ടുകളുണ്ട്. എന്നാൽ റഷ്യ നടത്തുന്ന ആക്രമണങ്ങൾക്കും യുദ്ധം അവസാനിപ്പിക്കാനുള്ള വിസമ്മതത്തിനും ഉള്ള മറുപടിയാണ് ഇപ്പോഴത്തെ ആക്രമണമെന്നാണ് വ്ളാഡിമിർ സെലൻസ്കി വിശദീകരിച്ചിരുന്നത്. റഷ്യ ഈ യുദ്ധം അവസാനിപ്പിക്കണമെന്ന് തങ്ങൾ പണ്ടേ ആവശ്യപ്പെട്ടതാണെന്നും ഓരോ ദിവസവും കാലതാമസം വരുത്തുന്നത് റഷ്യയ്ക്ക് തന്നെ ആഘാതമുണ്ടാക്കുമെന്നും സെലൻസ്കി മുന്നറിയിപ്പ് നൽകി. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.